ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ച കുരുമുളകിട്ട് വെച്ച മത്തിക്കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്ക് എങ്ങനെ മത്തിപ്പുളി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ച കുരുമുളകാണ്. അതുപോലെ തന്നെ നമ്മൾ മത്തിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ആ പച്ച കുരുമുളകെല്ലാം ഇറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്ത 2 വെളുത്തുള്ളി അല്ലി, 2 കഷ്ണം ചെറിയ ഇഞ്ചി, ഒരു ചെറിയ സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കി അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഒരു ചട്ടി വെച്ചെടുത്ത് ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻപുളി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ മത്തിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മത്തിപ്പൊടി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു പച്ച കുരുമുളക് ഇട്ട് വെച്ചൊരു മത്തിക്കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ.